നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ തൃശൂർ സെന്റർ റിപ്പബ്ലിക് ദിനാചരണത്തോടനുബന്ധിച്ച് പരിചരണത്തിലുള്ള ആൽഫ കുടുംബാംഗം 32-കാരൻ സിൻഡോയ്ക്ക് ഇലക്ട്രിക് വീൽചെയർ സമ്മാനിച്ചു. ഒരു ഇലക്ട്രിക് വീൽചെയർ ലഭിക്കണമെന്ന ഏറെ നാളത്തെ ആഗ്രഹം സെന്റർ ഭാരവാഹികളുമായി പങ്കുവച്ചതോടെയാണ് ശ്രമം ആരംഭിച്ചത്. തൃശൂർ വെസ്റ്റ് ഫോർട്ടിലെ ആൽഫ സെന്ററിൽ നടന്ന ദിനാചരണ പരിപാടിയിൽ റിട്ടയേർഡ് GST ഡെപ്യൂട്ടി കമ്മീഷണർ കെ രാജീവ് പതാക ഉയർത്തുകയും ദിനാചരണ സന്ദേശം നൽകുകയും ചെയ്തു. രാജ് റിയൽറ്റേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് MD പ്രതീഷ് രാജ് ഇലക്ട്രിക് വീൽചെയർ കൈമാറി. സെക്രട്ടറി CK സജീവ്, സെൻട്രൽ കൗൺസിൽ മെമ്പർ ഗോപകുമാർ, ട്രഷറർ സരോജ വിൽസൺ, വൈസ് പ്രസിഡന്റ് ലീന ടീച്ചർ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ TK ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ആൽഫ പുനലൂർ സെന്ററിന്റെ ഫിസിയോതെറാപ്പി പരിചരണത്തിലുള്ളവർക്ക് പച്ചക്കറി വിത്തുകൾ നൽകി. ശാരീരിക പരിമിതിയുള്ളവർക്ക് പ്രതീക്ഷയും പ്രത്യാശയും വളർത്തുന്ന ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയുടെ ഭാഗമായാണ് വിത്തുകൾ നൽകിയത്. പുനലൂർ സെന്റർ പ്രസിഡന്റ് അനിൽകുമാറിന്റെയും സെക്രട്ടറി സലീം കുട്ടിയുടെയും സാന്നിധ്യത്തിൽ ട്രഷറർ R ഗീതയാണ് വിത്തുകൾ കൈമാറിയത്. ഹോപ്പ് ഹരിതം ജീവനം ജൈവകൃഷി കൂട്ടായ്മയിലെ പ്രവർത്തകനും IT പ്രൊഫഷണലുമായ അനീഷാണ് വിത്തുകൾ അയച്ചത്. ആൽഫ കൽപ്പറ്റ സെന്ററിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റ RCLP സ്കൂളിലെ അധ്യാപകർക്ക് പാലിയേറ്റീവ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആൽഫ പാലിയേറ്റീവ് കെയർ ലിങ്ക് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് ഷാജി തദേവൂസ് വിവരിച്ചു. ECS ക്യാമ്പയിനെ കുറിച്ചും വിവരണം നൽകി. ഹെഡ് മിസ്ട്രസ് ജാസി PJ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ സക്കീർ VP എന്നിവർ സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.